ഫോർ ആണ്, ചിലർ എൻ്റെ അഗെയിൻസ്റ്റ് ആണ്. കംപ്ലീറ്റ്ലി ഫൈൻ ടു ഹാവ് ദെയർ ഒപ്പീനിയൻ, ബട്ട് സർട്ടൻ തിങ്സ് ആൻഡ് വേസ് ആർ നോട്ട് അക്സെപ്റ്റഡ്. ഒരു കൊച്ചുകുഞ്ഞിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു, അത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. ചേച്ചി ഇനിയും പോസ്റ്റ് ചെയ്യണം കേട്ടോ ചേച്ചി, കാരണം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു ചേച്ചി, എനിക്ക് ഇനിയും മേക്കപ്പ് പഠിപ്പിച്ചാൽ. ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കലാകാരിയാണ് മഞ്ജു പിള്ള. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഇവരെ ഈ ഒരു ചിരി ബമ്പർ ചിരിയൊക്കെ ഞാൻ സമയം കിട്ടുന്ന സമയത്ത് കാണാറുണ്ട്. നല്ല റിലാക്സേഷനൊക്കെ തരുന്ന ഒരു പരിപാടിയാണ്. ഈ മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്തുമായിട്ട് 2-3 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിഷയങ്ങൾ നടക്കുവാണ് വസ്ത്രധാരണത്തിൻ്റെ പേരിൽ. അപ്പോൾ ഈ വസ്ത്രധാരണത്തിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരവരെ കാര്യങ്ങളാണ്. എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങണം, ഒക്കെ അതൊക്കെ അവരവരെ കാര്യങ്ങളാണ്. പക്ഷേ പലർക്കും പല അഭിപ്രായങ്ങൾ കാണാം ഇതിനകത്ത്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയെ ഇതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ മോശമായിട്ടുള്ള കമൻറ്റും അതുപോലെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ തെറി വിളിച്ച് സംസാരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഷെബീന ബീബി യൂട്യൂബറായിട്ടുള്ള പുള്ളിക്കാരി ഇച്ചിരി അതിര് കടന്നെന്നൊക്കെ പുള്ളിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വീഡിയോസിനകത്തൊക്കെ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ കണ്ടാണ് ഇത് അറിഞ്ഞത്. അപ്പം നമുക്ക് അഭിപ്രായം പറയാം, കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ നമുക്ക് ഒരുപാട് നമ്മളങ്ങനെ അവരെ ഘോഷിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല. മാത്രമല്ല അതൊരു കുഞ്ഞു കുട്ടിയാണ്. നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു കമൻ്റ് ഇടാം, മകളെ അല്ലെങ്കിൽ മോളെ ഈ വസ്ത്രം മോക്കിത് ചേരുന്നില്ല, അല്ലെങ്കിൽ മോക്കിത് കുറച്ചുകൂടെ വേറൊരു ഡ്രസ്സാണ് മോക്ക്, എല്ലാം എക്സ്പോസ് ചെയ്യാത്തൊരു ഡ്രസ്സാണ് മോക്ക് കുറച്ചുകൂടെ ഭംഗി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ അവരെ നല്ലത്. ചിലപ്പം ഈ പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും എല്ലാം തികഞ്ഞവരല്ല. നമ്മൾ തെറ്റ് കാണുമ്പോഴത്തേക്ക് നമുക്ക് തെറ്റാണെന്ന് തോന്നും, അല്ലെങ്കിൽ നമുക്ക് അത് മോശമായിട്ട് തോന്നുകയാണെങ്കിൽ അത് നമുക്കത് പറഞ്ഞു കൊടുക്കാം. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്തോ. അപ്പോൾ ഇത് ഒരുപാട് പേര് മഞ്ജു പിള്ളയെ ഇഷ്ടപ്പെട്ടിട്ട് ഈ മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ഈ മോളെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാതുള്ള ആളുകളും കാണും. പക്ഷെ എന്തിനൊക്കെ പറഞ്ഞാലും ആ കുട്ടിയായിട്ട് ഒരുപാട് ആളുകൾ ക്രൂശിച്ചിട്ടുണ്ട്. അതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ നമുക്ക് അഭിപ്രായം പറയാം. ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. ഈ പറഞ്ഞ പോലെ ഇസ്ലാമികമായിട്ട് ഉള്ള വസ്ത്രധാരണത്തെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രധാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഔറത്ത്, നമ്മുടെ ശരീരഭാഗങ്ങൾ കാണാതെ നല്ല വൃത്തിയായിട്ട് നല്ല മാന്യമായിട്ടുള്ള വസ്ത്രധാരണ, അതിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതെൻ്റെ അഭിപ്രായമാണ്. എല്ലാവർക്കും എൻ്റെ അഭിപ്രായം ഉൾക്കൊള്ളണമെന്നില്ല. ചിലവർക്ക് എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനായിരിക്കാം ഒരു ഇഷ്ടം. എന്നൊരു പുരോഗമന ചിന്താഗതി ആവുന്നില്ല. പക്ഷേ അതൊക്കെ ഓരോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇസ്ലാമികമായിട്ട് ഒരു പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔറത്ത് മറച്ച് നടക്കലാണ് സാധാരണമായിട്ട് ഇസ്ലാമികമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അറിയാം, എൻ്റെ വീഡിയോ കാണുന്ന മുസ്ലിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ മോള് സത്യം പറഞ്ഞാൽ ഈ മോൾ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടു കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മോളെ ഞാൻ ഇപ്പോഴാണ് മഞ്ജു പിള്ളയ്ക്ക് ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു മോള് നല്ല സുന്ദരിയായിട്ട് നല്ല നൈസായിട്ടുള്ള മോളുടെ അവതരണവും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. നല്ല മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ ഇട്ട വീഡിയോ ഒക്കെ നൈസായിട്ടുണ്ട്. അത് ഫുള്ള് ഞാൻ ഒരു ശകലം പോലും സ്കിപ്പ് ചെയ്യാതെ ഞാൻ കണ്ടു കേട്ടോ. എൻ്റെ 1-2 ഭാഗങ്ങൾ ഞാൻ ഇവിടെ വെച്ചുതരാം. അപ്പോൾ അഭിപ്രായം പറയേണ്ട ആളുകൾക്ക് പറയാം. പക്ഷെ അതിനൊരു മര്യാദയുണ്ട് മോളെ. കാരണം മോളുടെ അമ്മ എന്ത് മനോഹരമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. മോക്കും അതുപോലെ വസ്ത്രം ധരിച്ചുകൂടെ? പിന്നെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പഴയൊരു ഫോട്ടോയാണ്. ആ ഒരു ഫോട്ടോയാണ് ഇപ്പം വിഷയമായത്. പഴയൊരു ഫോട്ടോയാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ആ വ്ളോഗിൽ ഞാനിവിടെ വീഡിയോ വെച്ചുതരാം. എന്ത് രസമായിട്ടാണ്, എന്ത് ഭംഗിയായിട്ടാണ് ആ കുട്ടി വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഒരുപക്ഷേ മഞ്ജു പിള്ള എന്നൊരു കലാകാരിയെ ഇന്ന് വരെ നെഗറ്റീവാകാത്ത, ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കയറി വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കാണും. ചിലപ്പം മകൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കുന്ന കാണുമ്പോഴത്തേക്ക് അങ്ങനെ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇപ്പം അമ്മയെന്ന് പറഞ്ഞ മഞ്ജു പിള്ളയാണ് ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ മോളുടെ ഐഡൻറ്റിറ്റി. അപ്പം ആ അമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ചിലപ്പം ഇത് കാണുമ്പോൾ ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അതിനൊക്കെ ഒരു രീതി ഉണ്ടേ. നമുക്ക് അഭിപ്രായം പറയുന്നതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നൈസായിട്ട് സംസാരിക്കാം, നൈസായിട്ട് പറയാം. മോളുടെ അമ്മ കണ്ടില്ലേ, ആ അമ്മയെ പോലെ മോക്ക് പൊയ്ക്കൂടെ, എന്നാൽ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടും എന്നൊക്കെ പറയും. പക്ഷേ അതിന് പകരം ഒരുപാട് നമ്മൾ വായി വരുന്നതും അതൊക്കെ പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
നമ്മളെ വീട്ടിലൊരു കുട്ടിയാണെങ്കിലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോളെ ഇങ്ങനെയല്ല, അങ്ങനെയാണ് നമ്മൾ സംസാരിക്കും. ഉപദേശിച്ച് എന്ത് തെറ്റാണെങ്കിലും നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ച് പോകുന്നത് കേട്ടോ. എന്തായാലും ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ വ്ളോഗ് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ മാന്യമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക. കാരണം ആ കുട്ടിയെ ആരും തെറി വിളിക്കാതിരിക്കുക. കാരണം അത് നല്ലൊരു ഒരു നൈസായിട്ടുള്ളൊരു കുട്ടിയാണ്. കാരണം ആ കുട്ടിയുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. പിന്നെ വസ്ത്രധാരണം അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ്, അതിനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഓരോരോ വിശ്വാസങ്ങളിൽ, അവരുടേതായിട്ടുള്ള മതങ്ങളിൽ വിശ്വാസമുള്ള ആളുകൾക്ക് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള വസ്ത്രധാരണം ഞാനും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾ മറച്ച് നടക്കുന്ന അതിനോടാണ് ഞാനും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ഞാൻ വിമർശിക്കുമല്ല, അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുട്ടിയെ ഇനിയും ആളുകൾ കല്ലെറിയാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നാലും നെഗറ്റീവ് പറയുന്നതിനേക്കാളും കൂടുതൽ ഈ കുട്ടിക്ക് സപ്പോർട്ടാണ് കൂടുതൽ. പക്ഷേ ആ കുട്ടിയുടെ ആ ഒരു വ്യക്തിത്വം കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാനിവിടെ എന്തായാലും ആ കുട്ടിയുടെ 1-2 ക്ലിപ്പുകൾ ഇവിടെ വെച്ച് തരാം. ഒരു റിപ്ലൈ ആയിട്ടാണ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് യൂട്യൂബറായിട്ടുള്ള ഷബീന ബീബിക്ക് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ ഇവിടെ ആരെയും ഞാനൊന്നും വിമർശിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ കുട്ടിയെ ഇനി ആരും ഒന്നും പറയാതിരിക്കുക. ആ കുട്ടിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ നമ്മളെ വീട്ടിലൊരു മോള് അല്ലെങ്കിൽ നമ്മളൊരു പെങ്ങള് അങ്ങനൊരു രീതിയിൽ നിങ്ങൾ അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ എന്തായാലും ആ മോളുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. നൈസായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ എല്ലാ വീഡിയോയും കണ്ടു കേട്ടോ. നല്ലൊരു കുട്ടിയാണ്. താഴെ വരും, ഡോൺ വരി. എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്നിട്ടുണ്ട്. തൽക്കാലം എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇനി പറയാനുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ഐ മെൻഷൻ. ബട്ട് genuinely want to say thank you for all the people, all the women, all the people standing with me. 96% of the people who are supporting me are women and 4% are men. Thank you so much for supporting me. Thank you so much for being there for me. I will not stop posting. I will not stop vlogs. I will not stop posting on Instagram. I will not stop. Don't worry about it. But thank you so much for ഇത് വന്നിട്ടാണ് എത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആൾക്കാർ എത്ര സ്നേഹം എനിക്ക് തരുന്നത്. ഐ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഗൈസ്. ശരിക്കും ഞാൻ വിചാരിച്ചു എനിക്ക് അധികം ഫാൻസ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ കോമാളിത്തരം കാണാൻ വേണ്ടി പിക്ചേഴ്സ് ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. ബട്ട് നോ, ഹൗ മെനി പീപ്പിൾ ആക്ച്വലി ഡു കെയർ അബൌട്ട് മീ ആൻഡ് ലവ് മീ. ഇറ്റ് ഈസ് ഐ ആം സ്പീച്ച്ലെസ്. താങ്ക് യു സോ മച്ച്. ഞാൻ അത് ആലോചിച്ച് ചിന്തിക്കുക. ആ കാര്യത്തിലാണ് ഒപ്റ്റിമിസ്റ്റിക്. ഫ്രം അത് ആലോചിച്ച് ഞാൻ ചിന്തിക്കുക. ഐം ലൈക്ക് വാവ്, ഇത്രയും സ്നേഹം ഐം ഗെറ്റിംഗ് ഫ്രം പീപ്പിൾ. ഇറ്റ്സ് ഒരു കൊച്ചുകുഞ്ഞിവിടെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. അത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. ചേച്ചി ഇനിയും പോസ്റ്റ് ചെയ്യണം കേട്ടോ. ചേച്ചി അമ്മനെ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു. ചേച്ചി എനിക്ക് ഇനിയും മേക്കപ്പ് പഠിപ്പിച്ചാൽ. ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. ടു ഇൻസ്പയർ പീപ്പിൾ ടു ബി ദംസെൽഫ് ആൻഡ് ടു ടീച്ച് ദം വാട്ട് ഐ നോ. സോ ഞാൻ ഒരു കാര്യം പഠിപ്പിക്കട്ടെ. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പൂ മേടിച്ച് നിങ്ങൾ വീട്ടിൽ നോക്കുക. ഒരാഴ്ച 10 ദിവസമായിട്ട് ഇത് പോവും. ശരിക്കും ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി ഒരു പൂ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. അത് കറക്റ്റായിട്ട് വന്നോളൂ. ഞാൻ കണ്ടത് ഇതൊക്കെ പെട്ടെന്ന് മരിക്കണ്ടേ. പക്ഷേ ഇത് കണ്ടോ, എന്താ അല്ലേ, എന്ത് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വസ്ത്രധാരണം കുറച്ചും കൂടെ ഒന്ന് ഈ പറഞ്ഞ പോലെ, കാരണം ഇപ്പം നമ്മളെ ഈ പറഞ്ഞതുപോലെ ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ കാണും. പക്ഷേ നമ്മളെ നല്ലൊരു വസ്ത്രധാരണം കൊണ്ടുള്ളൊരു വ്യക്തിത്വം, ഈ പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് കാണുന്ന ആളുകൾക്ക് ഇപ്പം കണ്ട മഞ്ജുപിള്ളയുടെ മോളല്ലേ, എന്ത് മനോഹരമായിട്ടാണ്, എന്ത് ഭംഗിയായിട്ടാണ്, എന്ത് മാന്യമായിട്ടാണ് കുട്ടി വസ്ത്രം ധരിക്കുന്നത്, ആ മോള് വസ്ത്രം ധരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ആളുകൾ പറയും. പക്ഷെ ആ ഫോട്ടോയോടെ എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, അത് അങ്ങനെ ഒരു ഫോട്ടോയോടെ എനിക്ക് യോജിപ്പില്ല, അങ്ങനെ ഒരു വസ്ത്രധാരണത്തിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു എക്സ്ട്രീം ലെവലിലോട്ടുള്ളൊരു വിമർശനത്തിലേക്ക് പോകരുത്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ വിമർശിച്ച് കഴിഞ്ഞാൽ കുറച്ചപ്പോൾ റീച്ച് കിട്ടാം. ചിലപ്പം കുറേ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അണ്ണാ സൂപ്പർ, ചേട്ടാ സൂപ്പർ, ഒരു രക്ഷയില്ലാതെ പറഞ്ഞു, ഉള്ളതുപോലെ പറഞ്ഞു എന്നൊക്കെ കുറേ കമൻറ്റ് കിട്ടുമ്പോഴത്തേക്ക് അതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? നേരെ മറിച്ച്
നമ്മൾ കുറച്ച് സ്നേഹത്തോടു കൂടി, നമ്മളെ വീട്ടിലൊരു കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കും. അതുപോലെ പറഞ്ഞു കൊടുത്തൂടെ? ഞാൻ ആ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് മാത്രമല്ല, ആ മോള് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞിട്ടുള്ള ചെടിയും പൂവിനെയൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി കൂടുതൽ ഇടുന്നത്. ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ളവർ കാണിക്കുന്ന പോലെ സബ്സ്ക്രിപ്ഷനും എടുത്തിട്ട് ഒരു കോപ്രായങ്ങളും കാണിക്കുന്നുമില്ല. നമുക്ക് ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. ആൾക്കാർ, ആണുങ്ങൾ കണ്ടത് വെച്ച് ആണുങ്ങൾ ഒരാൾ വന്നിട്ട് ഇത് കോമഡിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആണുങ്ങൾ വന്നിട്ട് ചിലർക്ക് ഇവരുടെ ഫോറാണ്, ചിലർ എൻ്റെ അഗെയിൻസ്റ്റ് ആണ്. Completely fine to have their opinion, but certain things and ways are not accepted. Not accepted, darling. So the best part is that the love I'm getting from people. കുറേ പേര് ഇത് കണ്ട് എന്നെ അറിയുന്നവരുണ്ട്. അപ്പം ഇത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ മോളെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കുറേ ലവ്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറേ പേര് എനിക്ക് പേഴ്സണലി കുറച്ച് സെലിബ്രിറ്റീസ്, ഞാൻ ഫോളോ ചെയ്യാത്ത കുറച്ച് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയച്ചു. They've seen, they're acknowledging it. They are like, we are with you, you're doing good, keep continuing this. Getting a lot of love. Even my family, friends who called to check up on me. ഞാനിവിടെ എൻ്റെ ആക്ടേഴ്സ് ട്രൂത്തിൽ ഒരു പ്ലേൻ്റെ ഭാഗമായി സ്ക്രിപ്റ്റൊക്കെ അടിപൊളി ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. I'm gonna still continue with that. I'm not gonna let it affect me. അപ്പോൾ ചിലർ നിന്ന് ചോദിക്കുമായിരിക്കും, ഇത് ഇത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനാണ് ഒന്ന് സംസാരിക്കുന്നു. എൻ്റെ ബ്ലോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാം. ഇത് ചിലപ്പോൾ അവൾ പൂ മേടിച്ചോ. എനിക്കിത് ആക്ച്വലി ഒരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. കാരണം ടു ലവ് യുവർ സെൽഫ് ഇസ് ടു ബി സീൻ ബൈ യുവർ സെൽഫ്, ടു റെസ്പെക്ട് യുവർ സെൽഫ്. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രത്യേകിച്ച് ഓക്കെ കൂടുതൽ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ് വിടുക. ഇപ്പം ഈ മോള് പറഞ്ഞതുപോലെ കുറേ ആളുകൾ, എനിക്ക് തോന്നുന്നു ഷമീന ബീബി യൂട്യൂബർ പുള്ളിക്കാരി പറഞ്ഞവനോട് യോജിക്കുന്നുണ്ട്. കുറേ ആളല്ല, കൂടുതൽ ആൾ ഈ കുട്ടിക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് ഞാനും കണ്ടത്. ഇപ്പം ഓക്കെ അതൊക്കെ ആ ഒരു ഇതിലങ്ങ് വിടുക. കാരണം സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് പോസിറ്റീവ് കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നെഗറ്റീവ് ആവും, ചിലപ്പോൾ പോസിറ്റീവ്. നമ്മളെ ലോറി മനാഫ് ഉണ്ടല്ലോ, മറ്റേ അർജുനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിഷയത്തിൽ ആ പുള്ളി ആദ്യം എല്ലാവരും തലയിലെടുത്തുകൊണ്ട് നടന്നു. തലയിലെടുത്ത് പൊക്കി നടന്ന അവസാനം ആ തലയിലെടുത്ത് വെച്ച ആളുകൾ തന്നെ പുള്ളിയെ എടുത്ത് താഴോട്ടിട്ട്. അതാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് കാണുന്നു അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ ലൈഫ്. അതല്ലേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതാണോ നമ്മൾ റിയൽ ലൈഫിൽ നടക്കുന്നതല്ല, ഒരിക്കലും അല്ല. ഓക്കെ, എന്തായാലും വസ്ത്രധാരണം അതൊക്കെ അവരോരോ കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ മോളെ ഇങ്ങനെ അങ്ങ് വിമർശിക്കുന്നത് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. നമുക്ക് പറയാം മോളെ അതുപോലെ മോള് കുറച്ചുകൂടെ ഒന്ന് നല്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ മനോഹരമായിരിക്കും. അതുപോലെ ആ അമ്മയുടെ ഒരു അമ്മ ഇതുവരെ ഒരു നെഗറ്റീവ് ഒന്നും ഇതുവരെ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് അവർ അഭിനയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇന്നേ വരെ ഒരു നെഗറ്റീവ് പോലും അവർ ആരെക്കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല. അവർ മാന്യമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ആ അമ്മയെപ്പോലെ പൊയ്ക്കൂടെ എന്നൊക്കെ ഉള്ളൊരു സ്നേഹത്തോടു കൂടി പറയാം നമുക്ക്, അല്ലേ? നമുക്കൊരു നമ്മളെ വീട്ടിൽ ഒരാളെ ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കാം. അപ്പം ഞാൻ ഒരിക്കലും ഈ വസ്ത്രധാരണത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമികമായിട്ട് ഈ പറഞ്ഞ ഔറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരഭാഗങ്ങൾ കാണിച്ച് എക്സ്പോസ് ചെയ്ത് നടക്കുന്നതിന് ഒരിക്കലും ഇസ്ലാം സപ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, ഞാനിനി ഇവിടെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വസ്ത്രം നൽകുന്ന ഒരു മാനസികമായ അധികാരമാണ്. രണ്ടാമതായി, ഇത് നിങ്ങളുടെ ആന്തരിക ആത്മവിശ്വാസവും ഊർജവും ഉണർത്തുന്നു. യുദ്ധക്കളത്തിൽ ഒരു പോരാളിയുടെ കവചം എങ്ങനെയാണോ അവന്റെ ഭയം അകറ്റുന്നത്, അതുപോലെയാണ് നിങ്ങൾ ധരിക്കുന്ന നല്ല വസ്ത്രങ്ങൾ. നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം മാനസികാവസ്ഥ തന്നെ പൂർണ്ണമായി മാറുന്നു. കണ്ണാടിയിൽ നിങ്ങളെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കാണുമ്പോൾ നിങ്ങളുടെ എല്ലാ മടിയും ഇല്ലാതാകുന്നു. നിങ്ങളുടെ ശരീരത്തിന് സ്വാഭാവികമായി തന്നെ നേരായ ഒരു പോസ്ചർ ലഭിക്കുന്നു. നിങ്ങളുടെ തല ഉയർന്നിരിക്കും. നിങ്ങളുടെ നടത്തത്തിന് ഒരു പ്രത്യേക താളമുണ്ടാകും. നിങ്ങൾ അറിയാതെ തന്നെ ഒരു വിജയിയുടെ ഊർജം നിങ്ങളിൽ നിറയുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുമ്പോൾ ലോകവും നിങ്ങളെ അതേ രീതിയിൽ തന്നെ കാണാൻ തുടങ്ങും. മൂന്നാമത്തെ നേട്ടം, ഇത് ബഹുമാനത്തിന്റെ ഒരു വലിയ കവചം നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കുന്നു എന്നതാണ്. ദുർബലരോ മടിയന്മാരോ ആയി കാണപ്പെടുന്നവരെ പരിഹസിക്കാനോ
ചൂഷണം ചെയ്യാനോ സമൂഹം എപ്പോഴും ശ്രമിക്കും. കാരണം അവർക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല എന്ന് ഈ ലോകം കരുതുന്നു. എന്നാൽ നിങ്ങൾ വൃത്തിയുള്ളതും ഗാംഭീര്യമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചുറ്റും അദൃശ്യമായ ബഹുമാനത്തിന്റെ ഒരു കോട്ട സൃഷ്ടിക്കുന്നു. അതുകൊണ്ടുതന്നെ നിങ്ങളെ അപമാനിക്കാനോ കളിയാക്കാനോ ആളുകൾ മടിക്കും. നിങ്ങളോടെങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ പെരുമാറണമെന്ന് അവർ 2 തവണ ചിന്തിക്കും. നിങ്ങളുടെ വസ്ത്രധാരണം മറ്റുള്ളവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് നിങ്ങളെ നിസ്സാരമായി കാണരുത് എന്നത്. 4-മതായി ഇത് നിങ്ങളുടെ മുന്നിൽ വലിയ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു. എപ്പോഴും ഓർക്കുക, വിശ്വസ്തരായവരിലേക്കാണ് സമ്പത്തും വലിയ അവസരങ്ങളും തേടിയെത്തുന്നത്. നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിൽ പോലും അല്പം ഉത്തരവാദിത്തം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വലിയ നിക്ഷേപങ്ങളോ വലിയ ചുമതലകളോ നൽകി മറ്റൊരാൾ നിങ്ങളെ വിശ്വസിക്കുന്നത്? നല്ല വസ്ത്രധാരണം ആളുകളിൽ നിങ്ങളുടെ മേൽ വലിയൊരു വിശ്വാസമുണ്ടാക്കുന്നു. ഇയാൾ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധയോടെയും ചിട്ടയോടെയും ചെയ്യുന്നവനാണ്, അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളും ഇയാൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യും എന്ന വിശ്വാസം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. ഒരു ജോലിക്ക് പോകുമ്പോഴായാലും ഒരു ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴായാലും നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ ഓക്കെ. ഈ വീഡിയോയിൽ ആ മോളെ വിമർശിച്ചുകൊണ്ടല്ല, അഭിപ്രായമാണ് പറയുന്നത്. അതുപോലെ ഇനി ആ മോളെ വിമർശിക്കാതിരിക്കുക. ആ കുട്ടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. ഇനി ആ കുട്ടിയുടെ ഭാഗത്ത് ആ കുട്ടിയുടെ വഴി വിടുക. ആ മോള് സന്തോഷമായിട്ട് ആ കുട്ടിക്ക് എന്താണ് സന്തോഷം തോന്നുന്നത് അത് സന്തോഷം. എനിക്കൊന്ന് ആ കുട്ടിയുടെ അമ്മയ്ക്ക് മഞ്ജുപിള്ളയ്ക്ക് അത് ആ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരിക്ക് വലിയ പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാട്ടുകാർക്ക് പ്രശ്നം? ഇത് സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു വിഷയമുള്ളൊരു കേസ് കേട്ടല്ല. നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇതിനേക്കാളും മോശമായിട്ടുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച് ഓരോ പേക്കൂത്തുകൾ കാണിക്കുന്ന ആളുകൾ ഇപ്പോഴും നിലവിൽ ഒരുപാട് ആളുകളുണ്ട്. വിമർശിക്കാനാണെങ്കിൽ അവരെല്ലാം എടുത്തു വെച്ച് നമുക്ക് വിമർശിക്കാമല്ലോ. എന്തിനാണ് ആ കുട്ടിയുടെ പുറകെ പോകുന്നത് അല്ലേ? ആ മോളുടെ പുറകെ പോകുന്നത്. ആ മോള് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയായിട്ട് പിന്നെ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പായിട്ട് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് പിന്നെ വരാം.